നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ പ്രചാരണ രംഗം ചൂടുപിടിക്കുകയാണ്. രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിൽ സ്ഥാനാർത്ഥികളും മുന്നണികളൊക്കെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. PV അൻവർ ഇന്ന് 9 മണിക്കും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 18 വർഷത്തോളം നീണ്ട കാത്തിരിപ്പായിരുന്നു. ഒടുക്കൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ IPL കിരീടത്തിൽ വിരാട് കോഹ്ലി മുത്തമിട്ടു. വിശുദ്ധ ഹർജ് കർമ്മങ്ങൾക്കും ഇന്ന് തുടക്കമാവുകയാണ്. അങ്ങനെ നിറയെ വാർത്തകളുള്ള ഒരു ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച ആശങ്കകൾ അറിയിക്കും. തകർന്ന സ്ഥലങ്ങളിൽ ബദൽ പാത അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് ശേഷം. നിലമ്പൂരിൽ പ്രചരണം കൊഴിപ്പിക്കാൻ മുന്നണികൾ. വാഹന പ്രചാരണ യാത്രയുമായി സ്ഥാനാർത്ഥികൾ ആരെയും പിന്തുണയ്ക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി. പ്രചരണം തുടങ്ങാതെ അൻവർ രാവിലെ 9 മണിക്ക് മാധ്യമങ്ങളെ കാണും. കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. ഫൈനലിൽ പഞ്ചാബിനെ തോൽപ്പിച്ചത് 6 റൺസിന്. ബംഗളൂരുവിന്റെ ആദ്യ കിരീട നേട്ടം ആഘോഷമാക്കി കോഹ്ലി ആരാധകർ. ദുരിതകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സമാശ്വാസ തുക വിതരണം ചെയ്യുന്നതിൽ കാലതാമസം. കാലവർഷത്തിൽ കടലിൽ പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുമ്പോഴും തുക അനുവദിക്കില്ലെന്ന് പരാതി. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. തീർത്ഥാടകരെ സ്വീകരിക്കാൻ മിന അടക്കമുള്ള പുണ്യനഗരികൾ. ഉച്ചയോടെ തീർത്ഥാടകർ മിനയിലെത്തും. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞില്ല. കടുവയ്ക്കായി തെരച്ചിൽ തുടരുന്നു. തോട്ടം തൊഴിലാളിയെ കടുവ കടിച്ചു കൊന്നത് 20 ദിവസങ്ങൾക്ക് മുമ്പ്. വിശദമായി നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലാണ്. നിതിൻ ഗഡ്കരിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകത. ആ അപാകത സംബന്ധിച്ച ആശങ്കകൾ മുഖ്യമന്ത്രി ഗഡ്കരിയെ ധരിപ്പിക്കും. മലപ്പുറം കൂരിയാട് ഉൾപ്പെടെ പാത തകർന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ചയാകും നടക്കുക. തകർന്ന സ്ഥലങ്ങളിൽ ബദൽ പാത അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. ദേശീയപാതാ നിർമ്മാണത്തിൽ മലപ്പുറം കൂരിയാട് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള അപാകതകൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കൂടിക്കാഴ്ചയിൽ മന്ത്രി മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി K ബിജു തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനത്ത് ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുന്ന കാര്യം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ദേശീയപാത സംബന്ധിച്ച കേന്ദ്രത്തിന്റെ പുതിയ പദ്ധതിയിൽ ചർച്ച നടത്തുമെന്നും ഡൽഹിക്ക് തിരിക്കുന്നതിന് മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിർമ്മാണത്തിലെ ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ, ആ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പൊതു ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പദ്ധതികളുടെ സാധ്യതകൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. വളരെ അനുകൂലമായ സമീപനമാണ് ശ്രീ നിതിൻ ഗഡ്കരി കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അക്കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി ദേശീയപാത തകർച്ചയിൽ കേരളത്തിന്റെ ആശങ്കകളും ബുദ്ധിമുട്ടുകളുമാകും കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കുക. ദേശീയപാത തകർന്ന ഇടങ്ങളിൽ ബദൽ പാത നിർമ്മിക്കുന്നതടക്കം ചർച്ചയാകും. ദേശീയപാതയുടെ തകർച്ച സംബന്ധിച്ച് ചർച്ച നടത്തിയ ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് യാദവ് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് നിന്നും മടങ്ങിയത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഉൾപ്പെടുന്ന റിപ്പോർട്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിക്ക് സമർപ്പിക്കും. അതേസമയം ദേശീയപാതയുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികൾ അനുവദിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം വേഗത്തിലാക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
നിലമ്പൂരിലേക്ക് വരികയാണെങ്കിൽ പ്രചാരണ രംഗം അങ്ങ് കൊഴുക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ വാഹന പ്രചാരണ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. അതിനിടെ ആരെയും പിന്തുണയ്ക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചു. രാവിലെ 9 മണിക്ക് PV അൻവർ മാധ്യമങ്ങളെയും കാണുന്നുണ്ട്. വിവരങ്ങളുമായി TK അരവിന്ദൻ ചേരുന്നു. അരവിന്ദൻ, പറഞ്ഞ പോലെ തന്നെ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. LDFും UDFും അതുപോലെ തന്നെ NDAയും ഒക്കെ പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ കോലാഹലം അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം PV അൻവർ പതിവ് പോലെ ഇന്നും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ്? അമ്പിളി, തീർച്ചയായും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. മഴയൊക്കെ നല്ല മഴയായിരുന്നു നിലമ്പൂരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ മഴ മാറി നിൽക്കുന്നു. സ്ഥാനാർത്ഥികൾക്ക് പ്രചരണത്തിനൊക്കെ നല്ല സൗകര്യമുണ്ട്, നല്ല അന്തരീക്ഷമാണ്. അതിനാൽ തന്നെ പ്രചരണ രംഗത്ത് പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. ഇതിൽ UDF പ്രചരണത്തിൽ വളരെയേറെ മുന്നേറി കഴിഞ്ഞു. അവർ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥിയെ നിർത്തി നിരവധി പഞ്ചായത്തുകൾ അവർ സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ വാഹന പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. M സ്വരാജും കുറച്ച് വൈകിയെങ്കിലും UDFിനെ അപേക്ഷിച്ച് കുറച്ച് വൈകിട്ടാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതെങ്കിലും സ്വരാജും നല്ല രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞ കുറെ കാലമായി കുഞ്ഞാലിയുടെ രക്തം വീണ് ചുവന്ന മണ്ണാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരു മണ്ഡലം കൂടിയായിരുന്നു നിലമ്പൂർ. പക്ഷേ കഴിഞ്ഞ കുറെ കാലമായി 34 വർഷം അതിനുശേഷം ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായി മാറി. പിന്നീട് കഴിഞ്ഞ 10 വർഷമായി LDFിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലം കൈവിട്ടു പോകാതിരിക്കേണ്ട എല്ലാ ശ്രമങ്ങളും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ കിട്ടിയ അവസരം അവർ പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രവർത്തകരെ ആവേശപ്പെടുത്തലാക്കി അവരുടെ പ്രവർത്തനവും മുന്നോട്ട് പോവുകയാണ്. അതേസമയം NDA സ്ഥാനാർത്ഥി ഒരു പുതിയ പരീക്ഷണത്തിനാണ് നിലമ്പൂരിൽ തുടക്കമിട്ടത്. ഇവിടെ തന്നെയുള്ള ഒരു ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നു. കേരള കോൺഗ്രസിന്റെ മുൻ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി അവരും പ്രചരണ രംഗത്ത് മുന്നേറി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത് മോഹൻ ജോർജാണ്. അദ്ദേഹം പ്രധാനപ്പെട്ട ആളുകളെയും വീടുകളും എല്ലാം സന്ദർശിക്കുന്ന ഒരു തിരക്കിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊച്ചിയിലെത്തി KCBC ആസ്ഥാനത്ത് എത്തിയിരുന്നു. അവിടെ അദ്ദേഹം KCBC ആസ്ഥാനത്തെത്തി മാനന്തവാടി ബിഷപ്പ് ഡോക്ടർ ജോസ് പെരുന്നാടത്തെ സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ മതമേലധ്യക്ഷന്മാരെയും മറ്റും സന്ദർശിച്ചുകൊണ്ട് BJP തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇതിനിടെയാണ് PV അൻവർ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത്. 9 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തള്ളിയിരുന്നു. അൻവർ കൊടുത്ത മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വമാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. സ്വതന്ത്രനായിട്ടായിരിക്കും അൻവർ മത്സരിക്കുക. ഇതിൽ ദേശീയ നേതൃത്വത്തിന് ഉള്ള ചില അതിർത്തികൾ എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയുന്നു. കാരണം അൻവറിനെ പോലെ പരിചയസമ്പന്നനായ ഒരാൾ എങ്ങനെയാണ് ഇത്തരത്തിൽ അശ്രദ്ധ അലക്ഷ്യമായി നാമനിർദ്ദേശ പത്രിക കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യം നേതൃത്വം ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 9 മണിക്ക് എന്തിനാണ് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാകുകയുള്ളൂ. കാരണം ഇന്നലെയൊന്നും അൻവർ പ്രചരണ രംഗത്തൊന്നും സജീവമായിരുന്നില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഇനി അൻവറിന്റെ മുന്നിട്ടുള്ള നീക്കം നാളെ വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ അൻവറിന്റെ നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ശരി, അരവിന്ദൻ സൂചിപ്പിച്ച പോലെ തന്നെ നിലമ്പൂരിൽ പ്രചാരണം സജീവമാവുകയാണ്. സ്ഥാനാർത്ഥികളുടെ വാഹന പ്രചാരണ യാത്ര കൂടുതൽ സജീവമാകും. അതിനിടെ ആരെയും പിന്തുണയ്ക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് PV അൻവർ മാധ്യമങ്ങളെയും കാണുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു TK അരവിന്ദൻ. ഇന്ന് പുലർച്ചെ പത്തനംതിട്ടയിൽ ഒരു വാഹനാപകടം നടന്നു. അടൂർ ബൈപ്പാസിലാണ് വാഹനാപകടമുണ്ടായത്. 4 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. കാറും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം. കാറിലുണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത്. പന്തളം സ്വദേശികളായ സബിൻ, വിഷ്ണു, ആദർശ്, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 3:45 അപകടം. കാർ അമിത വേഗതയിൽ തെറ്റായ ദിശയിൽ വന്ന് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ലോറി മറിഞ്ഞു. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാമെന്നാണ് കരുതുന്നത്. അപകടത്തെ തുടർന്ന് ബൈപ്പാസിൽ ഗതാഗതം മുടങ്ങി. വാഹനങ്ങൾ അടൂർ ടൗണിലൂടെയാണ് കടത്തിവിടുന്നത്. മലപ്പുറം കാളികാവിൽ തോട്ടം തൊഴിലാളിയെ കടിച്ചുകൊന്ന കടുവയെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞില്ല. 20 ദിവസങ്ങൾക്ക് മുമ്പാണ് റബ്ബർ ടാപ്പിംഗ് ജോലി ചെയ്യുന്നതിനിടെ തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കടിച്ചുകൊന്നത്. മെയ് 15-നാണ് ഗഫൂറിനെ കടുവ കൊലപ്പെടുത്തിയത്. അന്നു തന്നെ ദൗത്യസംഘം തിരച്ചിൽ ആരംഭിച്ചു. ഗഫൂർ കൊല്ലപ്പെട്ട കാളികാവ് അടക്കാക്കുണ്ട് പരിസരത്ത് നിരവധിയിടങ്ങളിൽ ക്യാമറകളും കൂടുകളും സ്ഥാപിച്ചിരുന്നു.
60 അംഗ RTT സംഘം 4 ഗ്രൂപ്പുകളായി തിരച്ചിൽ നടത്തിയിരുന്നു. ലൈവ് സ്ട്രീം ക്യാമറകളും ഡ്രോണുകളുമെല്ലാം ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ. കടുവയെ മയക്കുവെടി വെക്കാൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘവും പ്രദേശത്ത് ക്യാമ്പ് ചെയ്തു. തിരച്ചിലിന്റെ 2ാം ദിവസം കടുവയുടെ കാൽപ്പാടുകൾ സമീപ പ്രദേശത്ത് നിന്ന് കണ്ടെത്തി. 2 തവണ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങളും ലഭിച്ചു. ഒരു തവണ ദൗത്യസംഘം കടുവയുടെ 10 മീറ്റർ അടുത്ത് വരെ എത്തിയെങ്കിലും വെടിവെക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും കടുവ കൂട്ടിൽ കുടുങ്ങിയില്ല. ഇതിനിടെ കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ദിവസങ്ങൾ പിന്നിട്ടിട്ടും കടുവയെ പിടികൂടാൻ കഴിയാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ 20 ദിവസമായി പലർക്കും ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. തോട്ടം തൊഴിലെടുക്കുന്ന നിരവധി പേരാണ് കടുവാ ഭീതി കാരണം ബുദ്ധിമുട്ടനുഭവിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ക്യാമറകൾ മാറ്റി വെച്ചെങ്കിലും കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കടുവയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ദൗത്യസംഘം മടങ്ങുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, മലപ്പുറം. കാട്ടാനശല്യം സ്ഥിരമായതോടെ കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിലെ കർഷകർ. മാസങ്ങളായി പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി കാട്ടാനാക്രമണമുണ്ടായി. രാത്രിയിൽ വീട്ടുമുറ്റത്ത് പോലും കാട്ടാന എത്തുന്നതിനാൽ ഭയപ്പാടിലാണ് പ്രദേശവാസികൾ. ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർത്തുകൊണ്ടാണ് കോന്നിയിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന എത്തുന്നത്. കോന്നി കുളത്തുമണ്ണിൽ കഴിഞ്ഞ 4 ദിവസം തുടർച്ചയായി കാട്ടാനയാക്രമണമുണ്ടായി. കർഷകരാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം മനുഷ്യരും. കാട്ടാനയാക്രമണത്തിൽ ലക്ഷങ്ങളുടെ കാർഷിക വിളകളാണ് നശിക്കുന്നത്. വാഴ, കവുങ്ങ്, റംബുട്ടാൻ, മാങ്കോസ്റ്റ ഉൾപ്പെടെ കൃഷികളെല്ലാം ചവിട്ടിമെതിച്ചാണ് കാട്ടാന കഴിഞ്ഞ ദിവസം കാടുകയറിയത്. കൃഷി മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റു ജീവിതമാർഗമൊന്നുമില്ല. എനിക്ക് എല്ലാം കൂടെ 3 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ ഓരോ ആന വരുമായിരുന്നു, ഇപ്പം ഇന്നലെ 3-4 ആന ഒരുമിച്ചാണ് വന്നത്. ജനങ്ങൾക്ക് വലിയ ഭീതി, അതുകൊണ്ട് ആരും അടുക്കുന്നില്ല. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഭയത്തോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അതിനാൽ തന്നെ പലരും ഇവിടം ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിൽ വാടക വീടുകളിലേക്ക് മാറി. ഞങ്ങളുടെ വീടിന്റെ ആന വരുന്നത്. ഞങ്ങൾ 3 പേരാ താമസമുള്ളത്. അടുത്തുള്ളവരൊക്കെ വിറ്റുപറക്കി പോവുക വാടകയ്ക്കും. ഞാനും അതുപോലെ പോകണമ്പോ ഞങ്ങളുടെ കൃഷി എല്ലാം നശിപ്പിക്കുക. വീടും മൊത്തം താമസിക്കാൻ ഒരു വിധത്തിലും പറ്റത്തില്ല. ആനയുടെ ഭയങ്കര ശല്യമാണ്. ശാശ്വതമായ പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ മറ്റ് ജീവിതമാർഗങ്ങൾ തേടി പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഇവർക്ക്. വിഷയം ബന്ധപ്പെട്ടവരെ അറിയിച്ചാലും പരിഹാരം ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എല്ലാരെയും അറിയിച്ചു, എല്ലാ ജനപ്രതിനിധികളും വന്നു ഇടപെട്ടു. പക്ഷെ ഞങ്ങൾക്ക് പരിഹാരമില്ല. ഫോറസ്റ്റുകാർ വരുന്നു, അവരും ഓരോ സൊല്യൂഷൻ പറയുന്നു, പരിഹാരമില്ല. ഇന്ന് ഞാൻ ഗത്യന്തരമില്ലാതെ ജില്ലാ കളക്ടറെ വിളിച്ചു. രാവിലെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ ഇതിന് ഇടപെടണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. സഹികെട്ട് നിൽക്കുകയാണ് മനുഷ്യൻ. ജീവിക്കാൻ മാർഗമില്ലാതെ ജീവിതം പോയി. വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കടുത്ത സമരരീതികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി തീർത്ഥാടകർ മിനയിലേക്ക് നീങ്ങിത്തുടങ്ങി. തീർത്ഥാടകരെ സ്വീകരിക്കാൻ മിന അടക്കമുള്ള പുണ്യനഗരികൾ ഒരുങ്ങിക്കഴിഞ്ഞു. സൗദിയുടെ ഹെൽത്ത്, ട്രാഫിക് അടക്കമുള്ള എല്ലാ മന്ത്രാലയങ്ങളും പൂർണ്ണ സജ്ജമാണ്. തീർത്ഥാടകർ ഇന്ന് രാത്രി മിനായിൽ രാപ്പാർക്കും. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കമായി. തമ്പുകളുടെ നഗരമായ മിനയും അറഫയും അടക്കമുള്ള എല്ലാ പുണ്യനഗരങ്ങളും എല്ലാ അർത്ഥത്തിലും ഹാജിമാരെ സ്വീകരിക്കാൻ സജ്ജമായിട്ടുണ്ട്. പുണ്യഭൂമി പൂർണ്ണമായും സൗദി സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാണ്. പുണ്യനഗരിയിലേക്ക് തെസിരി ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം. 2 ലക്ഷത്തിലേറെ പേരെയാണ് തെസിരി ഇല്ലാത്തതിന്റെ പേരിൽ മക്ക ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ചയച്ചത്. ഈ വർഷം ആഭ്യന്തര തീർത്ഥാടകരടക്കം ഏകദേശം 18 ലക്ഷത്തോളം പേരാണ് ഹജ്ജ് ചെയ്യുക. 1,22,518 തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിനെത്തിയത്. അതിൽ 18,000 തീർത്ഥാടകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ തന്നെ ഇന്ത്യൻ ഹാജിമാർ മിനായിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ബുധനാഴ്ച രാത്രി മിനായിൽ രാപ്പാർക്കുന്ന ഹാജിമാർ വ്യാഴാഴ്ച പുലർച്ചെ അറഫയിലേക്ക് നീങ്ങും. വ്യാഴാഴ്ചയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. ഈ പ്രാവശ്യം ഹജ്ജിന് കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ ജാഗ്രത വേണമെന്ന് ഹജ്ജ് മന്ത്രാലയം ഹാജിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുൽഫിഖ്റദായി, അമൃത ന്യൂസ്, ജിദ്ദ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ IPL കിരീടത്തിൽ മുത്തമിട്ട് RCB. ആവേശകരമായ ഫൈനലിൽ പഞ്ചാബിനെ 6 റൺസിന് കീഴടക്കിയാണ് ബംഗളൂരു IPL ജേതാക്കളായത്. IPL ചരിത്രത്തിൽ തന്നെ RCBയുടെ ആദ്യ കിരീടം കൂടിയാണിത്. ഈ കിരീടം വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് 18 വർഷം നീണ്ട കാത്തിരിപ്പായിരുന്നു.
3 വട്ടം കയ്യിൽ നിന്ന് വഴുതിപ്പോയ ആ മോഹക്കപ്പിനെ നെഞ്ചോട് ചേർക്കുകയാണ് RCB. വാഴ്ത്തിപ്പാടി ആരാധകരും. ബംഗളൂരു ഉയർത്തിയ 191 റൺസ് വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത പഞ്ചാബിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. പഞ്ചാബിന് തകർപ്പൻ തുടക്കമാണ് ഓപ്പണർമാർ സമ്മാനിച്ചത്. പ്രിയാൻ ഷാരിയും പ്രഭ്സിമ്രാൻ സിംഗും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പ്രഭ്സിമ്രാന്റെയും പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യരുടെയും വിക്കറ്റ് നേടിയത് RCBയുടെ ജയപ്രതീക്ഷകൾക്ക് ശക്തി പകർന്നു. നെഹിൽ വധേരയും ശശാങ്ക് സിംഗും ചേർന്ന് പഞ്ചാബിനെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. 4 ഓവറിൽ വേണ്ടത് 55 റൺസ് എന്നിരിക്കെ നെഹിൽ വധേരയെയും മാർക്കസ് സ്റ്റോയിനിസിനെയും പുറത്താക്കി ഭുവനേശ്വർ RCBയെ വിജയത്തിലെത്തിച്ചു. ബംഗളൂരു നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസാണ് എടുത്തത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ബംഗളൂരുവിൻ്റേത് ഭേദപ്പെട്ട തുടക്കമായിരുന്നു. 43 റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് RCBയുടെ ടോപ്പ് സ്കോറർ. കോഹ്ലി മടങ്ങിയതിന് പിന്നാലെ ക്രീസിലെത്തിയ ജിതേഷ് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗാണ് RCBയെ 190 റൺസിലെത്തിച്ചത്. രജത് പാട്ടീദാർ, ലിയാം ലിവിങ്സ്റ്റൺ, മായങ്ക് അഗർവാൾ, റൊമാരിയോ ഷെപ്പേർഡ്, ഫിൽ സോൾട്ട് എന്നിവരും സ്കോർ ഉയർത്താൻ പോരാടി. പഞ്ചാബിന് വേണ്ടി കെയിൽ ജെയിംസൺ 2 വിക്കറ്റ് എടുത്തു. 4 ഓവറിൽ 17 റൺസ് മാത്രം വഴങ്ങി ഇംഗ്ലീഷിന്റെ അടക്കം 2 വിക്കറ്റ് എടുത്ത കൃണാൽ പാണ്ഡ്യ ഫൈനലിലെ താരമായി. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. കാലവർഷം ശക്തമായതോടെ മത്സ്യത്തൊഴിലാളികൾ ദുരിതാവസ്ഥയിലാണ്. ദുരിതകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സമ്പാദ്യ സമാശ്വാസ തുക വിതരണം ചെയ്യുന്നതിൽ കാലതാമസം വന്നതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ആലപ്പുഴയിലെ തൊഴിലാളികൾ. കാലവർഷം എത്തി കടലിൽ പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുമ്പോൾ ഉപജീവനത്തിനായി നൽകേണ്ട തുകയാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അനുവദിക്കാത്തത്. മെയ് മാസം അവസാനിച്ചിട്ടും മത്സ്യത്തൊഴിലാളികളുടെ സമ്പാദ്യ സമാശ്വാസ തുക വിതരണം ചെയ്തിട്ടില്ല. ജൂണിലും കിട്ടുമെന്നുറപ്പില്ല. 1.5 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളുടെ നിക്ഷേപമാണ് സമയത്ത് കൊടുക്കാത്തത്. മഴക്കാലത്ത് കടലിൽ പോകാൻ പറ്റാത്ത സാഹചര്യം മുൻനിർത്തിയാണ് സമ്പാദ്യ സമാശ്വാസ പദ്ധതി നടപ്പിലാക്കിയത്. കേരള സർക്കാരുകളും മത്സ്യത്തൊഴിലാളികളും ചേർന്നുള്ള പദ്ധതിയാണിത്. മത്സ്യത്തൊഴിലാളി 1500 രൂപയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 1500 രൂപ വീതവുമാണ് അടയ്ക്കുന്നത്. ഈ 4500 രൂപ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലായും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായും കൊടുക്കുകയാണ് പതിവ്. എന്നാൽ മെയ് കഴിഞ്ഞിട്ടും കടലിൽ പോകുന്നവർക്ക് ഇത്തവണത്തെ ആദ്യ ഗഡു കിട്ടിയില്ല. ഇതിനെതിരെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു മാസം വറുതിയുടെ മാസങ്ങളായിരുന്നു. അപ്പോൾ ആദ്യം സർക്കാർ ഞങ്ങൾ തന്ന വിഹിതം 1500 അങ്ങോട്ട് മത്സ്യത്തൊഴിലാളി തന്നാണല്ലോ, ആ വിഹിതം കൊടുക്കാനുള്ളൊരു സന്മനസ് കാണണം. പിന്നെയുള്ള സർക്കാരിൻ്റെ ഇതിൻ്റെ പങ്കാളിത്തമുള്ള. അപ്പോൾ ഇത് സർക്കാരിൻ്റെ തന്നില്ല, ഞങ്ങൾ തന്നതും തന്നില്ല, കേന്ദ്ര സർക്കാരിൻ്റെ വിധം തന്നിട്ടില്ല. അപ്പോൾ ഇത് ഈ മേഖലയോട് കാണിക്കുന്ന കാര്യം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ആവിഷ്കരിച്ച പദ്ധതി. ഒരു മേഖല വറുതിയിലേക്ക് പോകുമ്പോൾ അവർക്കൊരു കൈത്താങ്ങാൻ വേണ്ടി ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഇത് ആസൂത്രണം ചെയ്ത പദ്ധതിയാണ്. പക്ഷേ അതിനെപ്പോലും സമയബന്ധിതമായി കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനായി പണിക്കിരിക്കുന്നതെന്നൊക്കെ ചോദിക്കാനുള്ളത്. പദ്ധതി ഫിഷറീസ് വകുപ്പാണ് നടപ്പാക്കുന്നത്. ഓഗസ്റ്റ് മുതൽ ഏപ്രിൽ വരെ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് തവണകളായി 1500 രൂപ വാങ്ങി രജിസ്ട്രേഷൻ പൂർത്തിയാക്കും. ഈ വർഷം മാത്രം 1.5 ലക്ഷത്തോളം തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തു. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുകയാണ്. വരുമാനമില്ലാതാവുകയും സമ്പാദ്യ തുക ലഭിക്കാതെ വരികയും ചെയ്തതോടെ പല കുടുംബങ്ങളും പ്രതിസന്ധിയിലായി. സ്കൂൾ തുറന്നതോടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവിന് പോലും പണമില്ലാതെ കഷ്ടപ്പെടുകയാണ് പലരും. കാലവർഷം കൂടി എത്തിയ സാഹചര്യത്തിൽ അടിയന്തര സഹായമായി തൊഴിലാളികൾ നൽകിയ 1500 രൂപയെങ്കിലും തിരികെ നൽകിയില്ല എങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാകും. അമൃത ന്യൂസ്, ആലപ്പുഴ. എന്നാൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു ആശ്വാസ വാർത്ത കൂടിയുണ്ട്. കപ്പൽ അപകടത്തെ തുടർന്ന് ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രഖ്യാപിച്ച ധനസഹായം അനുവദിച്ച് ഉത്തരവിറങ്ങി. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 10 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഈ ധനസഹായം നൽകുക. കേരള തീരത്ത് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് പ്രയാസം നേരിടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പ്രശ്നബാധിതരായ ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബത്തിനും 1000 രൂപയും 6 കിലോ സൗജന്യ റേഷനുമാണ് അടിയന്തര സഹായമായി നൽകുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ ജില്ലകളാണ് പ്രശ്നബാധിതം. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കാണ് ആശ്വാസ സഹായം വന്നു ചേരുക. ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഇതിനായി സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 10 കോടിയിലേറെ തുക അനുവദിച്ചിട്ടുണ്ട്. 4 ജില്ലകളിലെ 78,498 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും 27,020 മത്സ്യബന്ധന അനുബന്ധ തൊഴിലാളി കുടുംബങ്ങൾക്കും 1000 രൂപ ഇടക്കാലാശ്വാസം ലഭിക്കും. 1,05,518 കുടുംബങ്ങൾക്ക് 6 കിലോ അരി വീതം സൗജന്യ റേഷൻ ലഭിക്കും. ഇതിനുള്ള നടപടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അടിയന്തരമായി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ തുടരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തും. ബീഹാർ തെരഞ്ഞെടുപ്പിലെ ഒരുക്കവും ചർച്ചയാകും. കേരളത്തിലെയും ബംഗാളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാനുള്ള നിർദ്ദേശവും ഉണ്ടായേക്കും. മധുര പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള ദേശീയ അന്തർദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളും യോഗം ചർച്ച ചെയ്യും. MA ബേബി ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റി യോഗമാണിത്. പുതിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കുള്ള സംഘടനാ ചുമതലകൾ സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തീരുമാനമുണ്ടാകും. ലൈംഗികാധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെ ബോബി നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പലർക്കുമെതിരെ നടത്തിയ ലൈംഗികാധിക്ഷേപത്തിന്റെ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ലൈംഗികാധിക്ഷേപത്തിന് പുറമെ പിന്തുടർന്ന് ശല്യം ചെയ്തതടക്കം 2 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. നടിയുടെ പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നിലവിൽ ശക്തമായ മഴ പ്രവചിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകളുമില്ല. ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നു. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിപണിയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ ഈ ഒരു ഏറ്റക്കുറച്ചിലുകൾ പ്രകടമായിരുന്നു. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസമായി വിപണിയിൽ വലിയ തോതിൽ വിൽപ്പന തുടരുന്നു. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അനുകൂലമായി ഇടപെടുന്നതുകൊണ്ട് അതിന്റെ ഒരു പ്രതിരോധത്തിന്റെ ഒരു തീവ്രത കുറഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വരും ദിവസങ്ങളിലും ഈ രീതിയിലുള്ള ഒരു ഏറ്റക്കുറച്ചിൽ വിപണി തുടരാൻ തന്നെയാണ് സാധ്യത. വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം ഇന്ന് വരാനിരിക്കുന്ന റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗമാണ്. റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗത്തിൽ നിരക്ക് കുറയ്ക്കൽ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് മെച്ചപ്പെട്ടിരിക്കുന്നതും പണപ്പെരുപ്പ് നിരക്ക് കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പണപ്പെരുപ്പ് നിരക്കിന്റെ ഈ ഒരു കുറവ് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു നിരക്ക് കുറയ്ക്കൽ 25 ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കൽ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആഗോള സാഹചര്യങ്ങൾ വളരെ തൃപ്തികരമാണ്. ഇന്നലെ US വിപണികളിൽ വലിയ നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. യൂറോപ്യൻ വിപണികളിൽ നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. ഈ 2 ഘടകങ്ങളും ഇന്നത്തെ വിപണിയുടെ തുടക്കത്തിൽ നേട്ടത്തിൽ തുടങ്ങുന്നതിന് സഹായമാവുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിപണി പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം അടുത്ത ആഴ്ച വരാനിരിക്കുന്ന US-ന്റെ പുതിയ തീരുവ പ്രഖ്യാപനമാണ്. അത് ഒരു പരിധിവരെ വിപണിയുടെ നീക്കത്തെ സ്വാധീനിക്കുകയും ചെയ്യും. അത് കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിപണിയിൽ ഒരു വിൽപ്പന പ്രകടമായിരുന്നു. പ്രത്യേകിച്ചും IT മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു മുന്നേറ്റം ഉണ്ടാകാതെ മറ്റു മേഖലകളിൽ മുന്നേറുമ്പോഴും IT മേഖലയിൽ ഒരു വിൽപ്പന സമ്മർദ്ദത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കാര്യവുമായി ബന്ധപ്പെട്ട ആശങ്കയാണ്. അതുകൂടെ വിപണിയുടെ നീക്കത്തിൽ നിർണായകമാവുകയും ചെയ്യും. എന്തായാലും ആഗോള സാഹചര്യങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപന നിലപാടുകളും തന്നെ ഒരു പരിധിവരെ വിപണിയുടെ മുന്നേറ്റം നിർണായകമാവുക. സാങ്കേതികമായി 25,000 എന്ന നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലവിൽ വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുള്ളൂ. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടർന്നത്. ശരി, വിപണിയിലെ പ്രതീക്ഷകളും അതുപോലെ തന്നെ നീക്കങ്ങളും ഒക്കെ വിലയിരുത്തുകയായിരുന്നു ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ബൊലേറോ ജീപ്പ് മോഷ്ടിച്ച് കടത്താൻ ശ്രമിക്കുന്നതിനിടെ യുവാവ് പിടിയിൽ. മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശി മുനീബാണ് കോഴിക്കോട്ട് വെച്ച് പിടിയിലായത്. കൈതപ്പൊയിൽ റോഡരികിൽ നിർത്തിയിട്ട ബൊലേറോ ജീപ്പാണ് മോഷ്ടിച്ചത്. കൊടുവള്ളിയിൽ വെച്ച് രാത്രി വാഹനം അപകടത്തിൽപ്പെട്ടു. ആ സമയത്ത് നാട്ടുകാർ മോഷ്ടാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അടിവാരം നൂറാംതോട് സ്വദേശി സൗഫീഖിന്റെ വാഹനമാണ് മോഷണം പോയത്. വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിനിടെ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചതായും പരാതിയുണ്ട്. വടക്കേ മലബാറിലെ കളിയാട്ടക്കാലത്തിന് സമാപനമായി. കാസർഗോഡ് നീലേശ്വരം മന്നംപുറത്ത് കാവിലെ കലശ മഹോത്സവത്തോടെയാണ് ഉത്തര മലബാറിലെ കളിയാട്ടക്കാലത്തിന് പരിസമാപ്തിയായത്. തെക്കുവടക്ക് കളരികളിൽ നിന്നുള്ള അലങ്കരിച്ച കലശകുംഭങ്ങൾ നീലേശ്വരം മന്നംപുറത്ത് കാവിലെത്തുമ്പോഴേക്കും 10,000-ങ്ങളായ ഭക്തരാൽ കാവും പരിസരവും നിറഞ്ഞിരുന്നു. പ്രസന്നപൂജ കഴിഞ്ഞ് എറുവാട്ടച്ചൻ നാളികേരമുടച്ചതോടെയാണ് ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നത്. ഒപ്പം ആർപ്പ് വിളികളോടെ ബാല്യക്കാർ കലശകുംഭങ്ങളെടുത്ത് കാവ് വലം ചെയ്തു. തടിച്ചുകൂടിയ പുരുഷാരത്തിന്
കലശോത്സവ ചടങ്ങുകൾ ഭക്തിയാവേശങ്ങളുടെ അനർഘ നിമിഷങ്ങൾ സമ്മാനിച്ചു. ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കാവിലേക്ക് മത്സ്യക്കോവ വരവ് നടന്നു. അള്ളട സ്വരൂപാധിപൻ ക്ഷേത്രപാലകൻ ഈശ്വരനും നടയിൽ ഭഗവതിയും കാളരാത്രി അമ്മയും കൈക്ലോൻ തെയ്യവും കാവ് തിരുമുറ്റത്ത് അനുഗ്രഹമൊഴികൾ ചൊല്ലി. കലശോത്സവം നടന്നതോടെ മറ്റൊരു കളിയാട്ടക്കാലം കൂടി വിടവാങ്ങി. കലശച്ചന്ത ഇന്ന് നടക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇതോടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.